എന്ത് വെള്ളിയൊക്കെ ആ പെമ്പറന്ന ഒരു പെറ്റ? ഇല്ല മേശിരി, കിടന്നു വിളിയോടെ വിളി തന്നെ. കണ്ടും കേട്ടും ഇരിപ്പാൻ ഒക്കുമില്ല. കെട്ടിയെടുത്ത് വല്ല ആശുപത്രിയിലും കൊണ്ട് ഇടാത്തത് ചത്ത് ഇവിടെ കിടന്ന് നാറാതെ. ആരുണ്ട് മേശിരി അതിനൊക്കെ ഒന്ന് സഹായിക്കും? ഞാൻ വിചാരിച്ച വല്ലതും നടക്കും. എന്റെ കയ്യിൽ അതിനുള്ള പാങ്ങുമില്ല. ആ ഇങ്ങനെയുള്ളതിലൊന്നും ആരും കാണില്ല. അനുഭവിക്കട്ടെ. വല്യേക്ക ഒന്നിങ്ങോട്ട് വരണം. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നു. രക്ഷ വേണമെന്നൊരു ഒരു നാഴിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കണം. അയ്യോ എന്റെ മോളെ, നമ്മൾ ഇത്ര മഹാഭാവികളായി പോയല്ലോ. സഹായത്തിന് ആര് പോലും ഇല്ലാതെ. അയ്യോ ഞാൻ ചത്തുപോമേ. എന്റെ മോളെ കരയാതെ സമാധാനമായിട്ട് കിടക്കും. അയ്യോ എല്ലാരും വരും. വേഗാട്ടെ, എനിക്ക് താമസിക്കട്ടെ. കസേര കൊണ്ട് ഇങ്ങോട്ട് നിൽക്കും. എന്തിനു നോക്കി നിൽക്കണേ? പിടിച്ച് നിങ്ങളെല്ലാം കൂടെ പിടിച്ചും കൊടുക്കട്ടെ. എളുപ്പാട്ടെ. സാവധാനം. സൂക്ഷിച്ച് പിടിക്കും നിങ്ങൾ. എങ്ങനെയുണ്ട് ഡോക്ടർ സാർ? ഒന്നും പറയാൻ വയ്യ. നോക്കാം. ഗർഭഛിദ്രം മൂലം മരണം. സ്ഥലത്തെ ഒരു പൗരപ്രമുഖന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന തങ്കമ്മ എന്ന പേരുള്ള ആശുപത്രിയില് കുട്ടി എന്താ ആണാ പെണ്ണാ? ചാകുള്ള 5-6 മാസമല്ലേ ആയുള്ളൂ. ഇപ്പൊ അറിയാൻ ഒക്കില്ലായിരിക്കും. ഈ പെണ്ണ് ഇവിടെ ഉണ്ടായിട്ട് ബാക്കിയുള്ളവർക്ക് എന്തോ ഗുണമണ്ണ? അവള് വലിയ പുള്ളിയല്ലേ? ചെല്ലമ്മ, ചെല്ലമ്മ, ചേച്ചേ പോട്ടിയല്ലമ്മ, സാരമില്ല. ഞാൻ പോണിയല്ലോ. ഞാൻ പിന്നെ വരാം. ആ നശിച്ച പെണ്ണിന് എങ്ങനെ ഇരിക്കുന്നോ എന്തോ? ആർക്ക്? ആ ചെല്ലമ്മയ്ക്ക്. ഒലഞ്ഞു പോട്ടെ. ആ ചെറുക്കനോട് ചോദിച്ചാൽ അറിയാം. എന്താടാ കൊച്ചിരാമ്മ, ചെല്ലമ്മയ്ക്ക് എങ്ങനെ ഇരിക്കുന്നു? കുറവുണ്ടോ? ആ 2 ദിവസത്തിനകം വരും. വരട്ടെ,
ഇവിടുന്ന് ഇറക്കി വിടണം. നാട്ടിന് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കിയ മൂധയും. വാ പോവാ. തള്ളേ, കട്ടില് കയറി ഇരിക്കണ്ട. ആ, നിങ്ങൾക്ക് നാളെ വീട്ടിൽ പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു. നോയിക്കൊണ്ടിരിക്കാതെ പട്ടി ഇങ്ങോട്ട് തരാൻ. ആ എന്നാ കായിട്. എന്തടി കാർത്തി, നിന്റെ ചുന്നരിച്ചല്ലമ്മയുടെ മാപ്പിള വന്ന? എന്തോ ഞാൻ അന്വേഷിച്ചില്ല. പിന്നെ ആരാണിപ്പം ചെലവിന് കൊടുക്കണത്? മേസ്തിരി തന്നെ. അമ്മോക്ക, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിപ്പോയി ചുമ്മാ ദൈവദോഷം കിട്ടുന്ന വർത്താനം പറയാതെ. എന്നാലും കുറെ കടുപ്പം തന്നെ ഇവളുടെ കാര്യം. ആദ്യൊരു തുലുക്കരെ പിടിച്ചു, പിന്നൊരു നസ്രാണിയെ. ഇവൾക്ക് ഇതിപ്പേദം വല്ല ആറ്റിലോ കുളത്തിലോ ചടിച്ചാ കരുതോ. ഇത് പറയേണ്ടത് അമ്മൂക്കൻ തന്നെ. അമ്മൂക്കന്റെ മുണ്ടുകട എങ്ങനെ നടന്നെന്നും വാസുവണ്ണൻ അധികാരി ഏമാൻ എത്ര രൂപ കൊടുത്തെന്നും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഓ, അറിയാമെങ്കിൽ കാര്യമായിപ്പോയി. അല്ലെങ്കിൽ നീയൊക്കെ അവളുടെ ഒട്ടേം പൊടി നിന്ന് ജീവിക്കുന്നോളല്ലേ. അക്ക, ഒന്ന് അവിടെ നോക്കിയേ. ചുടലത്തെങ്ങ് നിറച്ച് കായ്ക്കുന്നുണ്ട്. എവിടെയാടി? ഇവിടെ. കന്നി കായ്ക്കുന്ന കരിക്ക് ഒരെണ്ണം നമുക്ക് തന്നെ കുടിക്കണം. ചെല്ലമ്മ, മേസ്തിരി വരുന്നുണ്ട്. എന്ത് വള്ളിയാക്കാ, ഇന്ന് ചന്തയിലൊന്നും പോണില്ലേ? ആ, ചന്തയിൽ പോണം. അപ്പൊ ചെല്ലമ്മയോ? 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. ഇനിയെങ്കിലും മാനം മര്യാദയ്ക്കൊക്കെ നടക്കാൻ പറയണം. ഇല്ലെങ്കിൽ എല്ലാത്തിന്റെ മുട്ടടിച്ചൊടിച്ച് വിടരും. പറഞ്ഞേക്കാം. ഞാനും ഇറങ്ങണിയല്ലമ്മ. അയ്യോ മുതലാളി, അയ്യോ മുതലാളി, ഈ നേരത്ത് എന്തിനു പറ്റിയേ? എന്തിനു പറ്റിയെന്ന്? അല്ല, ഇത് എന്തിനു മുതലാളി കൂടുതല്? ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്കറിയാമല്ല വേണമെന്ന്. 2-3 മാസം ആയില്ലേ കടയിലും തുറയിലും ഒക്കെ പോയിട്ട്. കൊച്ചിരാമൻ പോകുന്നുണ്ട്, അവൻ എല്ലാം വാങ്ങിച്ചോണ്ട് വരും. ഏതായാലും ഇരിക്കട്ടെ, കൊണ്ടുവന്നില്ലേ? ഞാൻ ആശുപത്രിയിൽ കിടന്നപ്പോഴും മുതലാളിക്ക് ഒരുപാട് കാശ് ചെലവായി. പിന്നെ കാശെന്തിന്? ചെലവാക്കാനല്ലേ? ആടിന്റെ വിലയും ഇതുവരെ തരാൻ ഒത്തില്ല. ചെല്ലമ്മയ്ക്ക് അത്ര വിഷമമാണെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോയിക്കോളാം. അയ്യോ, അതുകൊണ്ടല്ല മുതലാളി. ഇങ്ങനെ കടം വാങ്ങിച്ചിട്ടാൽ എന്നെ കൊണ്ട് തിരിച്ചു തരാൻ ഒക്കില്ല. എന്റെ കയ്യിൽ ഒന്നുമില്ല മുതലാളി തരാൻ, ഒന്നുമില്ല തരാൻ. അപ്പോഴേ ചെല്ലമ്മയ്ക്ക് നമ്മളുടെ ഇഷ്ടമുണ്ട്. എന്ന് നമുക്ക് ഒരുപാട് ചായ ലഭിച്ച ചെല്ലമ്മയുടെ കയ്യിൽ നിന്നൊരു ചായ കുടിക്കണമെന്ന് നമ്മൾ കുറെ നാളായിട്ട് ആശിക്കുന്നു. പഞ്ചാരിയും തേയിലപ്പൊടിയൊക്കെ നമ്മൾ തന്നെ മാറ്റിക്കൊണ്ടിട്ടുണ്ട്. അവിടെ പിടിക്കുന്നേ വേഗം ചെല്ലേ. ചെല്ലമ്മ, ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. ചെല്ലമ്മ, ചെല്ലമ്മ, ഇച്ചിരി വെള്ളം, ഇച്ചിരി വെള്ളം. അയ്യോ, തൊണ്ട പൊട്ടാറായി. ചെല്ലമ്മ,
ഇച്ചിരി വെള്ളം. ചെല്ലമ്മ, ഇച്ചിരി വെള്ളം. അയ്യോ ചെല്ലമ്മ. അയ്യോ പോലീസ്! ചെല്ലമ്മ പോലീസ്! അയ്യോ എന്നെ ലാക്കപ്പിൽ കൊണ്ടുപോകും. അയ്യോ ചെല്ലമ്മ, അയ്യോ ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടൂ ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടൂ ചെല്ലമ്മ. ഇല്ല, ഞാൻ അഴിച്ചുവിടും. അയ്യോ പോലീസുകാരനെ അടിച്ചു കൊല്ലും ചെല്ലമ്മ, എന്നെ കൊല്ലും. കൊല്ലട്ടെ, ചെല്ലമ്മ എന്നെ ലാക്കപ്പിലേക്ക് കൊണ്ടുപോകും ചെല്ലമ്മ. അയ്യോ ചെല്ലമ്മ, 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 ചെല്ലമ്മ. പോലീസ്! ചെല്ലമ്മ പോലീസ്! അയ്യോ എന്നെ ലാക്കപ്പിൽ കൊണ്ടുപോകും. അയ്യോ ചെല്ലമ്മ, അയ്യോ ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടൂ ചെല്ലമ്മ, എന്നെ അഴിച്ചുവിടൂ ചെല്ലമ്മ. ചെല്ലമ്മ, ചെല്ലമ്മ. അയ്യോ അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ. നമ്മ അയ്യോ അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ, ചെല്ലമ്മ. അയ്യോ അവരിങ്ങ് എത്തിക്കഴിഞ്ഞു ചെല്ലമ്മ. അയ്യോ ചെല്ലമ്മ, ചെല്ലമ്മ. ചെല്ലമ്മ, ചെല്ലമ്മ ദൈവം അനുഗ്രഹിക്കും ചെല്ലമ്മ. പോണം. എന്താ അടി ഒന്നും മിണ്ടാത്തത്? നീയാണോ അവനെ അഴിച്ചുവിട്ടത്? ആണെങ്കിൽ എനിക്കൊന്ന് അറിയണം. അപ്പൊ അത്രത്തോളം ആയിരിക്കുന്നു നിന്റെ അഹന്ത അല്ലേ? ആ പോലീസ് സ്റ്റേഷനിൽ പോയി പറ. നീ മേസ്ത്രി, ക്ഷമിക്കണം മേസ്ത്രി. മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. മേസ്ത്രിക്കെങ്കിലും എന്നെ മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിച്ചു. നന്ദിയില്ലാത്തത് കൊണ്ടല്ല. എത്രയായാലും എന്റെ ആമ്പറന്നോനല്ലയോ മേസ്ത്രി. പട്ടിയെ പോലെ കെട്ടിയിട്ട് ഇന്നത് കണ്ടാൽ എനിക്ക് സഹിക്കുമോ? എത്ര നേരം അത് നോക്കിക്കൊണ്ട് ഞാൻ ഇരിക്കും. അവളെ ഇപ്പൊ ഒന്നും ചെയ്യണ്ട. അവനെ ഞാൻ പിടിച്ചു തന്നോളാം. വരണം.